ഹലോ ഗൈസ്, ഇത് ഇന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്, എന്തായാലും ഇനി വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ എന്താ വീഡിയോ ഇടാതിരുന്നതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം. അപ്പോൾ രാവിലെ അന്ന് പുട്ടാണ് ഇട്ട് ഉണ്ടാക്കിയത്. പുട്ടുണ്ടാക്കിയിട്ട് ഞാൻ അച്ഛനും അമ്മേനെ തൊടിയിൽ പോയി വിളിച്ചു ചായ കുടിക്കാൻ. അവരെന്തോ കൃഷിയായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് പുട്ടും വൻപയറാട്ടോ ഉണ്ടാക്കിയത്. വൻപയറും കൂടി കഴിച്ചു. പിന്നെ നോക്കുമ്പോൾ അവിടെ ഒരു പീച്ചിങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു പീച്ചിങ്ങ വെച്ചിട്ട് പീച്ചിങ്ങ പരിപ്പും കൂടി ഇട്ടിട്ട് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാമെന്ന് ഓർത്തു. ഈ പീച്ചിങ്ങയൊന്നും ഞാൻ അങ്ങനെ കഴിക്കില്ലായിരുന്നു. പീച്ചിങ്ങ ഉണ്ടാക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നു. എല്ലാം യൂട്യൂബാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ എന്തോ വന്ന് ചോദിക്കാണ്ടോ, എന്തോ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമാണെന്ന് തോന്നുന്നു. അത് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനത് അച്ഛൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു, ഞാനാണ് എടുത്തത്. അപ്പോൾ അത് പറയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പീച്ചിങ്ങ ശരിയാക്കുകയാണ്. പീച്ചിങ്ങ ശരിയാക്കി കഴിഞ്ഞിട്ട് അതിലുണ്ടായിരുന്ന വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ എടുത്ത് കളയാണ്, വേസ്റ്റ് ബാസ്ക്കറ്റ് ഇടുകയാണ്. അല്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും. അടുക്കള എപ്പോഴും നീറ്റാക്കാൻ എനിക്ക് ചില ടൈമിൽ കുട്ടി കുറുമ്പളകി ഒന്നും നീറ്റാക്കാൻ പറ്റില്ല. അതിൻ്റെ പണി കഴിഞ്ഞിട്ടാണ് ഞാൻ നീറ്റാക്കാറ്. എനിക്ക് പക്ഷേ അടുക്കള എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ അതിന് മുന്നേ നല്ല നീറ്റായിട്ട് കിടക്കണം കേട്ടോ. എന്നാലേ എനിക്കൊരു എൻ്റെ മൈൻഡൊക്കെ ഓക്കെ ആവുള്ളൂ, കുക്ക് ചെയ്യാനും തോന്നുള്ളൂ. ഈ പീച്ചിങ്ങയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ. പീച്ചിങ്ങ തന്നെയല്ല, ഈ ഉപ്പുമാവൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിക്കില്ല എന്ന് പറഞ്ഞിരുന്ന സാധനമാണ്. കാരണം എനിക്കിഷ്ടമല്ല. പക്ഷേ എൻ്റെ മാരേജിന് ശേഷം അതൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങി. കാരണം എന്താണെന്നറിയില്ല, എല്ലാം ഞാൻ പഠിച്ചു. അങ്ങനെ ഞാൻ പിന്നെ കുക്കറിൽ ആണ് പീച്ചിങ്ങ ഉണ്ടാക്കിയത് കേട്ടോ. കാരണം കുക്കറിൽ ഞാൻ എളുപ്പപ്പണിയേ നോക്കുകയുള്ളൂ. അങ്ങനെ പെട്ടെന്ന് പരിപ്പും പീച്ചിങ്ങയും അതിന് വേണ്ട സാധനങ്ങളും കൂടി ഞാനൊരു വിസിൽ വരാൻ വേണ്ടിയിട്ട് അതിലിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ഫുള്ളും വൃത്തിയാക്കിയിട്ടു കേട്ടോ. അതായത് പെട്ടെന്ന് തന്നെ തുടച്ചിട്ടു. കാരണം ആ ടൈമിൽ കുട്ടി ഉറങ്ങുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരുന്നൊരു മഞ്ഞ കളർ ചിപ്സ് ഞാൻ കഴിച്ചിട്ടോ. അതെടുത്ത് ചിപ്സല്ല, എന്തോ ഒരു ഒരു മധുരമുള്ള സാധനമാണ്. അപ്പോൾ അതിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോസൊന്നും ഇടാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ്. പക്ഷേ ഇവിടുത്തെ വൈഫൈ കംപ്ലൈൻ്റ് ആയി പോയിട്ടോ. അപ്പോൾ ഞാൻ വൈഫൈ ശരിയായിട്ടിട്ട് ഇടാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞിട്ടും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. കാരണം ഒരു മനുഷ്യനെ നമ്മളൊരു ട്രോമയിലോട്ട് വിടാം എന്ന് എനിക്ക് ഈ അടുത്ത് ഞാൻ മനസ്സിലാക്കി. കാരണം യൂട്യൂബിൻ്റെ ഒന്നുമല്ല, അല്ലാണ്ട് തന്നെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞിട്ട് ഇനി ഒരാൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടോ. അന്ന് തൊട്ട് എനിക്കതൊരു ട്രോമയായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ തോന്നിയില്ല. എനിക്ക് എൻ്റെ മൈൻഡ് രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ഫുള്ളും ഈ ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അങ്ങനെ പിന്നെ വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല. എൻ്റെ ഒരു മൈൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് തന്നെ ഡെസ്പാക്കാൻ പറ്റൂ കേട്ടോ. പെട്ടെന്ന് വെച്ചാൽ ഞാൻ അത്രയും സന്തോഷിച്ചിരുന്നിട്ട് ഒരാൾ പെട്ടെന്ന് തന്നെ ഹേർട്ട് ചെയ്താൽ എൻ്റെ ഫേസൊക്കെ പെട്ടെന്ന് മാറും. ഞാൻ ഭയങ്കര ഓവർ തിങ്കറാട്ടോ. എനിക്ക് ഭയങ്കര ഓവർ തിങ്ക് കൂടുതലാണ്. അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ് എൻ്റെ ലൈഫിൽ. പെട്ടെന്ന് സങ്കടം വരും. നെവർ മൈൻഡ് എന്ന് പറഞ്ഞ സാധനമേ എൻ്റെ ലൈഫിലില്ല. അങ്ങനെ ഞാൻ